ശരിക്കും നമ്മൾ ഈ ബേബീസിന് ഒരു ഫുഡ് പ്രോഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ പേരൻസിന് എപ്പോഴും ഒരു ഇതുണ്ടാവും, ശരിക്കും നമ്മുടെ പ്രോഡക്റ്റ് നാച്ചുറൽ ആണോ, അതുപോലെ ഈ സിംഗിൾ ഇൻഗ്രീഡിയൻറ്റ് പ്രോഡക്റ്റ് ആണോ എന്നുള്ളത്. അപ്പം മാർക്കറ്റിൽ പലതരത്തിലുള്ള പ്രോഡക്റ്റ്സ് അവൈലബിൾ ആണ്, പക്ഷേ എല്ലാം ഒരു സേഫസ്റ്റ് രീതിയിലാണോ എന്നുള്ളത് ചിന്തിച്ചപ്പോഴാണ് ശരിക്കും നമ്മൾ ചേക്കോഡൻസിൻ്റെ ഈ റോ കേരള ബനാന പൗഡർ എന്ന് പറയുന്ന പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്തത്. ഗുഡ് മോർണിംഗ് മാം. മാമിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പറയാമോ? ഓക്കെ, എൻ്റെ പേര് ശരിക്കും ഗ്രീഷ്മ എസ് നായർ. ഞാൻ ശരിക്കും മാനേജിങ് ഡയറക്ടറാണ് ചേക്കോട്ട് ഏജൻസി എന്ന് പറയുന്ന ഫേമിലേക്ക്. എൻ്റെ എൻജിനീയറിംഗ് IT ആയിരുന്നു എൻ്റെ ഗ്രാജുവേഷൻ. അത് കഴിഞ്ഞിട്ട് ഞാൻ ലാസ്റ്റ് ഇയറിൽ PhD ഇൻ മാനേജ്മെൻറ്റ് കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടിയിരുന്നു. സോ നമ്മൾ ഫാമിലി ഇതായിട്ട് ബിസിനസ് റൺ ചെയ്യുന്നവരാണ്. അപ്പം എൻ്റെ ഗ്രാൻഡ് ഫാദർ ഈ റൈസിൻ്റെ ഡീലറായിട്ടായിരുന്നു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. ചേക്കോട്ട് ഏജൻസി എന്നായിരുന്നു ഫേമിൻ്റെ പേര്. അപ്പോൾ ആ ഒരു ഇതിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന രീതിയിലാണ് ഞാൻ ഈ PhD ചെയ്തപ്പം ഈ ചേക്കോട്ട് ഏജൻസി എന്ന് പറയുന്ന ഒരു ഫേം സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ മാം, ചേക്കോട്ട് ഏജൻസീസ് ഒരു FMCG യൂണിറ്റ് ആണല്ലോ. അപ്പോൾ ഈ ബ്രാൻഡ് എങ്ങനെ ബിൽഡ് ചെയ്തു, ആ ജേണി ഒന്ന് പറയാമോ? ഓക്കെ, നമ്മൾ ശരിക്കും 2018 ചേക്കോട്ട് ഏജൻസി എന്ന് പറയുന്ന ഫേം സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ആദ്യമായിട്ട് തന്നെ നമുക്കൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുമ്പോൾ ഒരു സിമ്പിൾ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് വേണമെന്നുണ്ടായിരുന്നു. സോ ആ ഒരു വിഷനിലാണ് നമ്മൾ ആദ്യം ടേസ്റ്റ് റൂട്ട് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൽ നമ്മൾ ഈ ദോശ ബാറ്ററാണ് ഫസ്റ്റായിട്ട് ലോഞ്ച് ചെയ്ത പ്രോഡക്റ്റ്. അപ്പോൾ അതൊരു 5 ഇയേഴ്സോളമായി. അപ്പോൾ അതിന് ശേഷമാണ് നമ്മളൊരു ബേബി ഫുഡ് കാറ്റഗറിയിൽ ഒരു പ്രോഡക്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ശരിക്കും ഈ റോ കേരള ബനാന പൗഡർ ലോഞ്ച് ചെയ്തത്. അത് മെയിനായിട്ടുള്ള റീസൺ എന്ന് വെച്ചാൽ ഇതിൽ ഒരു ഇൻഗ്രീഡിയൻറ്റ് മാത്രമേ ഉള്ളൂ ഈ ഒരു പ്രോഡക്റ്റിൽ. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ ഫസ്റ്റ് പ്രോഡക്റ്റായിട്ട് ഈ റോ കേരള ബനാന പൗഡർ ലോഞ്ച് ചെയ്തത്. മാം, ഇന്ന് മാർക്കറ്റിൽ പല പ്രൊഡക്ട്സ് ഉണ്ട്. അതെ. അപ്പോൾ ചേക്കോട്ട് ഏജൻസീസിലെ ഫസ്റ്റ് പ്രൊഡക്റ്റായിട്ട് ഈ റോ കേരള ബനാന പൗഡർ തന്നെ യൂസ് ചെയ്യാനുള്ള ആ ഒരു റീസൺ അതെന്താണ്? അതാണ് നമ്മൾ ശരിക്കും ഈ ഒരു ബേബി ഫുഡ് കാറ്റഗറിയിൽ വരുമ്പോൾ നമ്മൾ മാർക്കറ്റിൽ ഒരുപാട് പ്രോഡക്റ്റ്സ് അവൈലബിൾ ആണ്. അപ്പം നമുക്ക് തന്നെ ഇൻഗ്രീഡിയൻസും ലേബിൾസും വായിക്കുമ്പോൾ അറിയാം അത് പലതും നമ്മൾ കേൾക്കാത്തൊരു ലേബിൾസിലാണ്. അപ്പോൾ ശരിക്കും നമ്മളൊരു 6 മന്ത് കഴിഞ്ഞുള്ള കുട്ടികളിലാണ് ഈ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്തത്. അപ്പോൾ അവർക്ക് നമുക്ക് നാച്ചുറലായിട്ടൊരു സിമ്പിളായിട്ടൊരു ഫുഡ് പ്രോഡക്റ്റ് വേണമെന്ന രീതിയിലാണ് നമ്മൾ ശരിക്കും ഈ റോ കേരള ബനാന പൗഡർ എന്ന് പറയുന്ന ഫസ്റ്റ് പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്തത്. മാം ഇപ്പോൾ പറഞ്ഞല്ലോ റോ കേരള ബനാന പൗഡറിൽ റോ കേരള നേന്ത്രൻ ആണ് യൂസ് ചെയ്യുന്നത്. അതെ. അപ്പം അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണ്? ശരിക്കും നമ്മൾ നേന്ത്രൻ നമ്മൾ പച്ചക്കായാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ പച്ചക്കായ യൂസ് ചെയ്യാനുള്ള പ്രധാന കാരണം എന്ന് വെച്ചാൽ അതിൽ ഈ ഹൈ റെസിസ്റ്റൻസ് ചാർജുള്ള പ്രോഡക്റ്റാണ്. സോ അതുകൊണ്ടാണ് നമ്മൾ ഈ പഴുത്ത കാ ഉപയോഗിക്കുന്നതിന് പകരം ഒരു പച്ചക്കാ ആ ഒരു നേന്ത്രനിലേക്ക് നമ്മൾ ആ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തത്. ഓക്കെ മാം, ഇപ്പം റെസിസ്റ്റൻസ് ചാർജിനെ കുറിച്ച് പറഞ്ഞല്ലോ. അതെ. അത് നമ്മുടെ ഈ ഗട്ട് ഹെൽത്തിനും അതുപോലെ തന്നെ ഡൈജഷനും എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? നമ്മൾ ശരിക്കും ഈ ഹൈ റെസിസ്റ്റൻസ് ചാർജ് ഉള്ള ഒരു പ്രോഡക്റ്റ് നമ്മളെ ഡൈജഷനെ സ്ലോ ആക്കും. അതുവഴി നമ്മുടെ ഗട്ടിൽ ഒരു നല്ല ബാക്ടീരിയയുടെ ഗ്രോത്ത് വളരാൻ സഹായിക്കും. അത് അങ്ങനെ വളരുമ്പോൾ നമ്മുടെ ഡൈജഷൻ ഇമ്പ്രൂവ് ആവുകയും അതൊരു ഗട്ട് ഫ്രണ്ട്ലി പ്രോഡക്റ്റ് ആവുകയും ചെയ്യും. അപ്പോൾ കുട്ടികൾക്കായാലും അഡൽറ്റിനായാലും അത് സേഫായിട്ട് ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് അധികം ഈ പച്ചക്കായയിൽ ഷുഗർ കണ്ടൻറ്റ് ഒരുപാട് കുറവാണ്. അപ്പോൾ അതുപോലെ നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവലിനെ അധികം ഇൻക്രീസ് ചെയ്യില്ല, ഡൈജഷനെ ഇമ്പ്രൂവ് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ ശരിക്കും ഈ നേന്ത്രൻ കാ തന്നെ നമ്മുടെ പ്രോഡക്റ്റിൽ ബേബീസിന് കൊടുക്കുന്ന പ്രോഡക്റ്റ് ആയതുകൊണ്ട് നമ്മൾ അത് തന്നെ യൂസ് ചെയ്തതിന് പ്രധാന കാരണം അതാണ്. ഓക്കെ, അപ്പം ഈ നേന്ത്രൻ ബനാന എവിടെ നിന്നാണ് സോഴ്സ് ചെയ്യുന്നത്? ഓക്കെ, നമ്മുടെ ശരിക്കും യൂണിറ്റ് വരുന്നത് ആലപ്പുഴയാണ്. മാന്നാർ എന്ന് പറയുന്ന എൻ്റെ ഓൺ സ്ഥലം അവിടെയാണ്, നേറ്റീവ് പ്ലേസ് അതാണ്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ആലപ്പുഴയിൽ ശരിക്കും ഓർഗാനിക്കായിട്ട് ഫാം ചെയ്യുന്ന ഫാമേഴ്സിൽ നിന്ന് നമ്മൾ ഡയറക്റ്റ് കളക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. കാരണം നമുക്ക് അത്രയും ഒരു കുട്ടികൾക്ക് കൊടുക്കുന്ന പ്രോഡക്റ്റ് ആയതുകൊണ്ട് നമുക്ക് അത്രയും ഹൈജീനായിട്ട് കൊടുക്കണമെന്ന രീതിയിലാണ് നമ്മൾ ഈ ഡയറക്റ്റ് ഈ ഫാമേഴ്സിൽ നിന്ന് ഈ പ്രോഡക്റ്റ് കളക്ട് ചെയ്യുന്നത്. അപ്പോൾ മാം, എനിക്ക് ഉൾപ്പെടെ മറ്റ് പലർക്കും ഉണ്ടാകുന്നൊരു ഡൗട്ടാണ്, ഒരു സംശയമാണ്, ഈ റോ ബനാനയിൽ നിന്ന് ബനാന പൗഡർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? അപ്പോൾ അതിൻ്റെ ആ പ്രോസസ്സ് അതൊന്ന് സിമ്പിളായിട്ടൊന്ന് പറയാമോ? ശരിക്കും നമ്മൾ ഈ ബനാന കളക്ട് ചെയ്തിട്ട് നമ്മുടെ യൂണിറ്റിൽ ഇത്
ക്ലീൻ ചെയ്തിട്ട് നമ്മളിപ്പം ഡീഹൈഡ്രേഷൻ സൺഡ്രൈഡാണ് നമ്മളിപ്പം ചെയ്യുന്നത്. ആ സൺഡ്രൈ ചെയ്തിട്ട് നമ്മൾ ഈ ഡീഹൈഡ്രേഷന് ശേഷം ഇത് ഫൈൻ പൗഡറാക്കി നല്ല ഫൈൻ പൗഡേഴ്സ് ആക്കും. കാരണം ഇത് ഒരു 6 മന്ത് കഴിഞ്ഞുള്ള കുട്ടികൾ മുതലാണല്ലോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും ഫൈൻ പൗഡേഴ്സ് ആക്കിയിട്ടാണ് നമ്മളിതൊരു 250 ഗ്രാം പൗച്ചസിലേക്ക് നമ്മൾ പാക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു 8 to 12 മന്ത്സോളം നമ്മുടെ പ്രോഡക്റ്റ് ഇരിക്കുന്നതാണ്. അത്രയും ഒരു സ്റ്റേ ഉണ്ടാവും ആ ഒരു പ്രോഡക്റ്റിന്. ഓക്കെ മാം, ഇന്നിപ്പം മാർക്കറ്റിൽ പല ബ്രാൻഡ്സിൻ്റെ ബനാന പൗഡേഴ്സ് അവൈലബിൾ ആണ്. അതെ. അപ്പം അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചേക്കോട്ടു ഏജൻസീസ് അവരുടെ പ്രൊഡക്ട്സ് ക്വാളിറ്റി സേഫ് അഷ്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് അതിനെക്കുറിച്ചൊന്ന് പറയാമോ? നമ്മൾ ശരിക്കും ഇതൊരു വുമൺ ഓൺട്രപ്രണർഷിപ്പാണ്. ശരിക്കും നമുക്കൊരു ഒരു അമ്മമാർ തന്നെയാണ് ശരിക്കും ഇതൊരു അമ്മമാരുടെ ഒരു കൂട്ടായ്മ എന്ന് തന്നെ പറയാം. അവരാണ് ഈ പ്രോഡക്റ്റ് ചെയ്യുന്നത്. അപ്പം എൻ്റെ അമ്മ ഒരു ഹൈസ്കൂൾ റിട്ടയർഡ് ടീച്ചറായിരുന്നു. അപ്പോൾ അമ്മയാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അപ്പം നമ്മൾ ശരിക്കും ഈ ഒരു ഏത്തയ്ക്ക അത്രയും ഹൈജീനായിട്ട് നമ്മളൊരു ശരിക്കും ഒരു ഫാക്ടറി സെറ്റപ്പിൽ വേറെ ഒരു ഡസ്റ്റോ പാർട്ടിക്കിൾസോ ഒന്നും വരാതെ ഒരു യൂണിറ്റ് പോലെ സെറ്റ് ചെയ്തിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. പിന്നെ ഞാൻ പറഞ്ഞിട്ട് നമ്മൾ ഈ കളക്ട് ചെയ്യുന്ന ഈ ഫാർമസിയിൽ നിന്ന് കളക്ട് ചെയ്യുന്നതും ഓർഗാനിക്കായിട്ടുള്ള സർട്ടിഫൈഡ് ഫാർമസിയിൽ നിന്നാണ് നമ്മൾ ശരിക്കും ഈ ഏത്തയ്ക്ക കളക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇതൊരു പ്രോസസ്സിലേക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ പൊടിയിൽ നമ്മൾ വേറെ പ്രിസർവേറ്റീവ്സോ വേറെ കെമിക്കൽസോ ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഇതിൽ ഒരേ ഒരു ഇൻഗ്രീഡിയൻ്റേ ഉള്ളൂ, അത് ഈ നേന്ത്രക്ക മാത്രമാണ്. സോ വേറെ നമുക്കൊരു അലർജൻ ഇഷ്യൂ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും വരില്ല. നമ്മൾ ഈ ഏത്തയ്ക്ക പൊടിക്കുന്ന പൾവറൈസറിൽ നമ്മൾ വേറെ ഒരു പ്രോഡക്റ്റും യൂസ് ചെയ്യില്ല. അങ്ങനെയാണ് നമ്മളൊരു സേഫ്റ്റി അഷ്യൂർ ചെയ്യുന്നത്. മാം, ഈ റോ കേരള ബനാന പൗഡർ നമുക്ക് ഏതൊക്കെ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും? അതെ, നമ്മളൊരു 6 മന്ത് തൊട്ടുള്ള കുട്ടികൾക്കാണല്ലോ, മുതിർന്നവർക്ക് വരെ യൂസ് ചെയ്യാം. അപ്പോൾ 6 മന്ത് കുട്ടികൾക്കാണെങ്കിൽ നമുക്കിതൊരു പോറിഡ്ജായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ആദ്യം ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അധികം ഒരു തിക്കല്ലാത്തൊരു കൺസിസ്റ്റൻസിയിൽ കൊടുക്കുക. പിന്നെ അത് ഓക്കെ ആണെങ്കിൽ മാത്രം നമ്മൾ റെഗുലറായിട്ട് അത് കൊടുക്കുക. അതെല്ലാം ഒരു 2 വയസ്സിന് ശേഷമുള്ള കുട്ടികൾക്കാണെങ്കിൽ നമുക്കൊരു പാൻ കേക്കായിട്ട് എഗ്ഗും മിൽക്കും യൂസ് ചെയ്തിട്ട് ഈ ബനാന പാൻ കേക്കായിട്ട് കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. അപ്പം ആ ഒരു രീതിയിലാണ് നമുക്ക് ഇത് കൺസ്യൂം ചെയ്യാവുന്നത്. അല്ല മുതിർന്നവർക്കാണെങ്കിൽ നമ്മൾ ഈ ഷേക്ക് അങ്ങനെയൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു സ്പൂൺ ആഡ് ചെയ്തിട്ട് യൂസ് ചെയ്താൽ ഈ ഒരു റോ കേരള ബനാന പൗഡറിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ് കൂടെ കിട്ടും. അതുകൂടാതെ നമ്മൾ ചപ്പാത്തിയോ അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോഴും അതിൽ ആഡ് ചെയ്യാം. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ബേബീസിന് ഈ പോറേജ് ഉണ്ടാക്കാനുള്ള ഒരു കറക്റ്റായിട്ടുള്ള മെത്തേഡ് അതൊന്ന് സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ശരിക്കും നമ്മളൊരു 10 ഗ്രാം നമ്മുടെ പൗഡറിൽ നമ്മളൊരു 100 ml ബോയിൽഡ് വാട്ടറിലേക്ക് മിക്സ് ചെയ്യണം. എന്നിട്ടത് എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളൊരു സ്ലോ ഹീറ്റിംഗ് പോകണം. എന്നിട്ട് ലംസ് ഒന്നും ഇല്ലാതെ വേണം നമ്മളൊരു തിക്ക് കൺസിസ്റ്റൻസിയിൽ ഉപയോഗിക്കാം. വാട്ടറിന് പകരം മിൽക്ക് യൂസ് ചെയ്യുന്നവർക്കാണെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ ഷുഗർ ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ജാഗ്രിയോ അല്ലെങ്കിൽ പാം ക്യാൻഡിയോ ഹണിയോ ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് കുറച്ചുകൂടെ ഒരു ഇത് വേണമെങ്കിൽ നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് റേസിൻസ് അങ്ങനെ കുറച്ചുകൂടെ ആഡ് ചെയ്താൽ കുട്ടികൾക്കായാലും കുറച്ചുകൂടെ അത് കഴിക്കാൻ അവർക്കൊരു മടി ഉണ്ടാവില്ല. സോ ആ ഒരു രീതിയിൽ നമുക്ക് കൊടുക്കാവുന്നതാണ്. മാം, നമ്മുടെ ഈ പ്രൊഡക്ട്സ് ആർക്കൊക്കെ യൂസ് ചെയ്യാം? എന്തെങ്കിലും ഏജ് ലിമിറ്റ് ഉണ്ടോ ഇതിന് യൂസ് ചെയ്യാൻ? നമുക്ക് കുട്ടികൾ തൊട്ടിട്ട് ആർക്ക് വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാം. ഈ ഷുഗർ ഞാൻ പറഞ്ഞല്ലോ, നമ്മളായിട്ടൊരു ആർട്ടിഫിഷ്യലായിട്ട് ഷുഗർ ആഡ് ചെയ്യുന്നില്ല. ഇത് നമ്മുടെ ഒരു പ്രോഡക്റ്റ് നോക്കിയാൽ അറിയാം, ഇതിലാകെയുള്ള ഇൻഗ്രീഡിയൻസ് ഈ നേന്ത്രൻ ബനാന മാത്രമാണ്. അപ്പോൾ അത് സേഫായിട്ട് ഇനിയും ഷുഗർ ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ കൂടി ഡയബറ്റിക് അങ്ങനത്തെ ഇഷ്യൂ ഉള്ളവർക്കാണെങ്കിൽ കൂടി ഇത് സേഫായിട്ട് കൺസ്യൂം ചെയ്യാവുന്നതാണ്. മാം, ഈ പ്രൊഡക്റ്റ് എവിടെ നിന്നാണ് ഓർഡർ ചെയ്യാൻ പറ്റുന്നത്? ശരിക്കും നമുക്ക് നമ്മുടെ വെബ്സൈറ്റ് ത്രൂ chekodenshappyface.com എന്ന് പറയുന്ന വെബ്സൈറ്റ് ത്രൂ ഓർഡർ ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ ഡയറക്റ്റായിട്ട് വാട്സപ്പിൽ നമ്മുടെ നമ്മളെ മെസ്സേജ് ചെയ്താലും മതി. നമുക്ക് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ്. സോ അപ്പം നമ്മൾ ഒരു 4 to 7 ഡേയ്സിലേക്ക് നിങ്ങൾക്ക് ആ പ്രോഡക്റ്റ് എത്തിച്ചേരുന്നതായിരിക്കും. സോ നമ്മുടെ ഒരു പേരൻസ് ഇത് കൺസംഷൻ ആയതുകൊണ്ട് അവർക്ക് ഒരുപാട് ഡൗട്ട്സ് ഉണ്ടായിരിക്കും. ഈ പ്രോഡക്റ്റ് സേഫ് ആണോ, അല്ലെങ്കിൽ ഈ ഡെലിവറിയുടെ ഇഷ്യൂസ്. നമ്മളിപ്പോൾ കേരളയിൽ നിന്നാണ് പ്രോഡക്റ്റ് അയക്കുന്നത്. അപ്പം പല ഓൺലൈൻ ഡെലിവറി ചെയ്യുമ്പോഴും അവർക്ക് കിട്ടാത്ത ഇഷ്യൂ കാരണം അങ്ങനത്തെ കുറേ ഇഷ്യൂസ് വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ഒരു ഡെലിവറിയും അതുപോലെ DTDC അതാണ് നമ്മൾ ലോജിസ്റ്റിക്സിന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ത്രൂ നിങ്ങൾക്ക് മാക്സിമം ഒരു 4 to 7 ഡേയ്സിൽ പ്രോഡക്റ്റ് നമ്മൾ അവൈലബിൾ ആയിരിക്കും. ഓക്കെ. അപ്പം നമ്മുടെ ഇതാണ് പ്രോഡക്റ്റ് വരുന്നത്. ഇത് ശരിക്കും ഒരു 250 ഗ്രാം പാക്കറ്റിലാണ്, സിപ്പ് ലോക്ക് പൗച്ചസ് ആണ്.
നമുക്ക് ഇത് ശരിക്കും checkordenshappyface.com എന്ന് പറയുന്ന വെബ്സൈറ്റ് ത്രൂ ഓർഡർ ചെയ്യാം, അല്ലെങ്കിൽ നമ്മളെ ഡയറക്റ്റായിട്ട് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം. ചേക്കോട്ട് ഏജൻസീസിലെ ഫസ്റ്റ് പ്രൊഡക്റ്റ് ആയിട്ട് ഈ റോ കേരള ബനാന പൗഡർ തന്നെ യൂസ് ചെയ്യാനുള്ള ആ ഒരു റീസൺ അതെന്താണ്? അതാണ് നമ്മൾ ശരിക്കും ഈ ഒരു ബേബി ഫുഡ് കാറ്റഗറിയിൽ വരുമ്പോൾ നമ്മൾ മാർക്കറ്റിൽ ഒരുപാട് പ്രോഡക്റ്റ്സ് അവൈലബിൾ ആണ്. അപ്പം നമുക്ക് തന്നെ ഇൻഗ്രീഡിയൻസും ലേബിൾസും വായിക്കുമ്പോൾ അറിയാം അതിൽ പലതും നമ്മൾ കേൾക്കാത്തൊരു ലേബിൾസിലാണ്. അപ്പോൾ ശരിക്കും നമ്മളൊരു 6 മന്ത് കഴിഞ്ഞുള്ള കുട്ടികളിലാണ് ഈ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്തത്. അപ്പോൾ അവർക്ക് നമുക്ക് നാച്ചുറലായിട്ടൊരു സിമ്പിളായിട്ടൊരു ഫുഡ് പ്രോഡക്റ്റ് വേണമെന്ന രീതിയിലാണ് നമ്മൾ ശരിക്കും ഈ റോ കേരള ബനാന പൗഡർ എന്ന് പറയുന്ന ഫസ്റ്റ് പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്തത്.